ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കില്ല. തമിഴ്നാടിന്റെ തീരുമാനം ഡാമിലേക്കുള്ള ജലനിരക്ക് നീരൊഴുക്ക് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി ചേരുകയാണ്. ബിനീഷ്, ഈ 142 കോടതി നിശ്ചയിച്ച പരമാവധി സംഭരണ ശേഷി, പക്ഷേ 138 അടി കഴിയുന്നൊരു സാഹചര്യത്തിലാണ് തുറക്കാനുള്ള തീരുമാനമുണ്ടായത്. കാരണം കാറും കോളുമുണ്ട്, വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നീരൊഴുക്ക് കൂടുമെന്ന്. ഇപ്പോൾ നീരൊഴുക്ക് കുറയുന്നൊരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? എന്താണ് ഈ മുല്ലപ്പെരിയാർ ഡാം തുറക്കാനുള്ള നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തമിഴ്നാടിൻ്റെ കാരണം? നിലവിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും കുറച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 250 കനയടിയായിട്ടാണ് ഈ തമിഴ്നാട് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1867 ക്യൂസെക്സ് വെള്ളം ടണൽ മാർഗം വഴി തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയായിരുന്നു ഈ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും പെരിയാർ വനമേഖലയിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആദ്യഘട്ട മുന്നറിയിപ്പും പിന്നെ വൈകുന്നേരത്തോടെ രണ്ടാം ഘട്ട മുന്നറിയിപ്പും തമിഴ്നാട് നൽകിയത്. രാവിലെ 10 മണിയോടെ മുല്ലപ്പെരിയാർ ഡാം തുറക്കുമെന്നുള്ള മുന്നറിയിപ്പെല്ലാം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെ, മുന്നറിയിപ്പുകൾ തന്നെ കൃത്യമായി നൽകിയിരുന്നു. പെരിയാർ സമീപത്ത് താമസിക്കുന്ന ഇരുകരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് ഒരു 9 മണിയോടെ തന്നെ മാറിമറിയുകയായിരുന്നു. ഏതായാലും ഈ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പെരിയാറിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 12,000-ലധികം ഖനയടി വെള്ളമായിരുന്നു ക്യൂസെക്സ് വെള്ളം ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്, ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ നീരൊഴുക്ക് പ്രമാദമായി കുറഞ്ഞു എന്ന് വേണം പറയാം. സെക്കൻഡിൽ 7000 ഖനയടി വെള്ളം മാത്രമാണ് ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും കുറച്ചതോടെയാണ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇതായാലും ഡാം തുറക്കില്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുല്ലപ്പെരിയാർ ഡാം തുറക്കില്ല. ജലനിരപ്പ് 138 അടി കഴിഞ്ഞുവെങ്കിലും നീരൊഴുക്ക് കുറയുന്നൊരു സാഹചര്യത്തിൽ 142 അടി വരെയാണ് പരമാവധി സംഭരണശേഷി. പക്ഷേ 138 അടി കവിഞ്ഞൊരു സാഹചര്യത്തിലായിരുന്നു നേരത്തെ തുറക്കാൻ 10 മണിയോടുകൂടി തുറക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നീരൊഴുക്ക് കുറയുന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള മഴയുടെയും അവിടെ നിന്നുള്ള നീരൊഴുക്കിൻ്റെയും ഒക്കെ ശക്തി കുറയുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡാം തുറക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം തുറക്കില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കാനുള്ള തീരുമാനം പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധിയാണ് നൽകുന്നത്.